കുറച്ചധികം നേരമായി പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വളരെ രസകരമായ കുട്ടികളുടെ പരിപാടികൾ പ്രതീക്ഷിച്ച് നമ്മളെല്ലാവരും ഇരിക്കുകയാണ്. ഇന്നത്തെ പരിപാടിയിലേക്ക് എന്നെ ഇവിടേക്ക് സ്വാഗതം ചെയ്ത ഓർഗനൈസേഴ്സിന് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച പലരെയും പോലെ പൊതുവേദികളിൽ സംസാരിച്ച ഒരുപാട് ശീലമുള്ള ഒരാളല്ല, അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പക്ഷെ പൊതുവേദികളിൽ പ്രസംഗങ്ങൾ എനിക്ക് ശീലമുള്ളൊരു കാര്യമല്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് സോയ സൂചിപ്പിച്ചതുപോലെ എഴുതാൻ താല്പര്യമുണ്ട്. ഒരുപാട് നാളായി, ചെറുപ്പം മുതലേ ഒരുപാട് വായിക്കാറുണ്ട്, എഴുതാൻ താല്പര്യമുണ്ട്, എഴുതാറുണ്ട്. അധ്യാപനമാണ് ജോലി. ഈ മേഖലയിൽ നിന്ന്, അതായത് കലയെ പ്രതിനിധീകരിച്ചുകൊണ്ടും ആരെങ്കിലും ഈ വേദിയിൽ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വേദിയിൽ, പ്രത്യേകിച്ചും ഒരുപാട് കുട്ടികളും രക്ഷിതാക്കളുമുള്ള വേദിയിൽ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുക എന്നാലോചിക്കുമ്പോൾ എനിക്ക് എൻ്റെ വായനാനുഭവങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ ഒരു വായനക്കാരൻ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാനാണ്, അതാണ് ഉചിതമെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് രണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള കുറച്ച് പാഠങ്ങൾ എന്തൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് ഇവിടെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, വായന. നമ്മൾ ഒരുപാട് ശീലങ്ങളെക്കുറിച്ച് ഈ വേദിയിൽ ചർച്ചകൾ നടന്നു, പ്രത്യേകിച്ചും ദുശ്ശീലങ്ങളെക്കുറിച്ച് വേദിയിൽ ചർച്ചകൾ നടന്നു. പക്ഷേ വായന ഒരു ശീലമാകണം എന്നുള്ളതാണ്. വായന എല്ലാവരും വായിക്കാറുണ്ട്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ എന്ത് തരത്തിലുള്ള വായനയെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമുക്ക് പഠിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഇവിടെ ഇരിക്കുമ്പോൾ, വിദ്യാർത്ഥികൾ വായനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കാനുള്ളത് വായിക്കുന്നതിനെക്കുറിച്ചാണ് ആദ്യം നമ്മുടെ മനസ്സ് പോവുക. പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നെ നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഒരുപാട് വായിക്കുന്നത് നമ്മുടെ ഫോണിലൂടെയാണ്. നമ്മുടെ ഫോൺ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ദിവസേന വായിക്കുന്നുണ്ട്. പക്ഷെ അതിനുപരിയായിട്ടുള്ള ഇൻറ്റൻഷനലായിട്ടുള്ള വായന, ഉദ്ദേശത്തോടു കൂടിയുള്ള വായന, നമ്മൾ വായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രം വായിക്കുന്ന അത്തരത്തിലുള്ളൊരു വായനയെക്കുറിച്ച്, നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടിയുള്ള വായനയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വായന ശീലമാകണമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള ശീലങ്ങൾ വളരെ ചെറുപ്രായത്തിലാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ വായിച്ചു തുടങ്ങുന്നത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളെയും പോലെ ഇമിറ്റേഷനായിട്ടാണ് ഞാൻ വായിച്ചു തുടങ്ങുന്നത്. എൻ്റെ ചേച്ചി, എന്നേക്കാൾ 5 വയസ്സ് മുതിർന്ന ഒരു ചേച്ചിയുണ്ട് എനിക്ക്. ചേച്ചി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പുസ്തകങ്ങൾ വായിക്കുകയും വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച്, അതത് വർഷം വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് ഒരു ചെറിയ നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയും ചെയ്യുമായിരുന്നു. ആ ഒരു ശീലം, അത് കണ്ട് പരിചയിച്ച് അതേപോലെ അനുകരിച്ചുകൊണ്ടാണ് ഞാൻ വായനയിലേക്ക് കടന്നു വരുന്നത്. അതെനിക്ക് 4-5 വയസ്സുള്ള സമയത്ത് എഴുതാൻ പോലും തികച്ച് അറിയാറാവുന്നതിന് മുൻപ് ആ ശീലം പകർത്തിക്കൊണ്ടാണ് ഞാൻ വായനയിലേക്ക് കടന്നു വരുന്നത്. അതിന് കാരണമുണ്ട്. എനിക്ക് സാധിക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം വായിക്കുന്നവരായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എൻ്റെ രക്ഷിതാക്കൾ, എൻ്റെ സഹോദരിയും എല്ലാവരും, ചുറ്റും കാണുന്നവരെല്ലാവരും പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന, പുസ്തകങ്ങൾ വായിക്കുന്നവരായതുകൊണ്ട് അതിലേക്ക് എനിക്ക് പോകാൻ വളരെ എളുപ്പമായിരുന്നു. പോരാത്തതിന് ഇന്നുള്ള അത്രയും ഡിസ്ട്രാക്ഷൻസ് നമുക്ക് അന്നുണ്ടായിരുന്നില്ല എന്നുള്ളതും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇന്നത് തന്നെ വായിക്കണമെന്നുള്ളൊരു നിബന്ധനകളുമില്ലാതെ, പ്രത്യേകിച്ചും കുഞ്ഞുപ്രായത്തിൽ വായിച്ചു തുടങ്ങുന്ന സമയത്ത് ഇന്നത് വായിക്കണമെന്നുള്ള നിർബന്ധങ്ങളില്ലാതെ ഇഷ്ടമുള്ളതെല്ലാം വായിച്ച്, കാണുന്നതെല്ലാം വായിക്കുന്ന ഒരു ശീലത്തിലേക്ക് എത്തിപ്പെടുകയാണ് ഉണ്ടായത്. അതിൽ നിന്ന് അത്തരത്തിൽ വായന ഒരു ശീലമാകണമെങ്കിൽ മോഡലിംഗ് എന്ന് പറയും. അതായത് മുതിർന്നവർ, നമുക്ക് ചുറ്റുമുള്ളവർ അതേ കാര്യം ചെയ്യുന്നത് കാണുമ്പോഴാണ് കുട്ടികളും അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മോഡലുകളാവേണ്ടത്. ഇവിടെ ഇരിക്കുന്ന ഓരോ മുതിർന്നവരുമാണ് അത്തരത്തിലുള്ള മോഡലുകൾ ആവേണ്ടത് എന്നുള്ളതാണ് നമുക്കിഷ്ടമുള്ളത്. അത് ഇന്നത് എന്ന് നിർബന്ധമില്ലാതെ വായിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്കും ആ ശീലം പടർന്നു വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ വായന ഒരു ശീലമാകുമ്പോൾ ആ വായനയിൽ നിന്ന് വായന ആസ്വാദനമാകണം എന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ബി സംതിങ് ദാറ്റ് വി എൻജോയ്. നമ്മൾ ആസ്വദിക്കുന്ന ഒന്നായി മാറണം എന്നുള്ളത്. അപ്പോൾ
പുസ്തക വായന പലപ്പോഴും നമുക്ക് വെറുപ്പുള്ള ഒന്നായി പലർക്കും അനുഭവപ്പെടുന്നത്, അത് നമ്മൾക്ക് നിർബന്ധപൂർവ്വം നമ്മളോട് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ, അത് എന്ത് കാര്യമാകുമ്പോഴും നമ്മളോട് നിർബന്ധമായി ചെയ്യാൻ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വിമുഖത പലപ്പോഴും പുസ്തക വായനയിലും നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളത് വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കും. അതായത് ഇഷ്ടമുള്ളത് വായിക്കാൻ അനുവദിക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ ചെറിയ കുട്ടികൾ ചിത്രം വരയ്ക്കുന്ന സമയത്ത് അവർ മരത്തിൻ്റെ ഇലകൾക്ക് പച്ചയ്ക്ക് പകരം നീല കളറടിച്ചാലും അത് തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തിരുത്തി കൊടുക്കില്ല, അവരെ വരയ്ക്കാൻ അനുവദിക്കും. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ വരച്ചോട്ടെ. വരയ്ക്ക് പുറത്തേക്ക് അവർ കളറടിച്ചാൽ അവരെ അത് ചെയ്യാൻ നമ്മൾ അനുവദിക്കും. അതുപോലെ തന്നെ വായനയുടെ കാര്യത്തിലും എഴുത്തിൻ്റെ കാര്യത്തിലും അവർ എഴുതി തുടങ്ങുമ്പോൾ, വായിച്ചു തുടങ്ങുമ്പോൾ അത് വായിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ അതല്ല വായിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയല്ല എഴുതേണ്ടത് എന്ന് പറഞ്ഞ് തിരുത്തുന്നതിന് പകരം ആ ശീലത്തിനെ നമ്മൾ അംഗീകരിക്കും. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെ അതിനെ ഒരു ആസ്വാദികരമായ ഒന്നായി എഴുത്തിനെയും വായനയും കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ ആസ്വദിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ഒരു ശീലം, അത് പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ആളുകളുമായി നമ്മളെ ബന്ധിപ്പിക്കാൻ നമുക്ക് സഹായകരമാകുന്നു. ഇപ്പം നേരത്തെ സംസാരിച്ച ഒരുപാട് പേര് സൂചിപ്പിച്ചിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന, അതിപ്പോൾ ഡിജിറ്റലായിട്ടുള്ള പല പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്ന് ചാടുന്നത്, അത് കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, മുതിർന്നവരാണെങ്കിലും പല കാര്യങ്ങളിലേക്കും നമ്മൾ ചെന്ന് ചാടുന്നതും, അതേപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതും പലപ്പോഴും ഏകാന്തതയാണ്. നമുക്ക് ചുറ്റുമുള്ളവരുമായി നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. പക്ഷെ എഴുത്തിൻ്റെയും വായനയുടെയും ലോകം, എൻ്റെ അനുഭവത്തിലെങ്കിലും എഴുത്തിൻ്റെയും വായനയുടെയും ലോകം നമുക്ക് മറ്റുള്ളവരുമായി പരിചയപ്പെടാനും നമുക്ക് മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും എപ്പോഴും സഹായകരമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ്. ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, മോണോ കൾച്ചർ എന്ന് പറയുന്നത്. സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർ മോണോ കൾച്ചറൽ മൊമെൻറ്റ്സ് എന്ന് പറയും. അതായത് ഒരു സംസ്കാരത്തിലെ, ഒരു സമൂഹത്തിലെ ആളുകൾ എല്ലാവരും പങ്കുവെക്കുന്ന ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങൾ, അവയാണ് മോണോ കൾച്ചറൽ ഇവൻറ്റുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ കുറഞ്ഞു വന്ന് നമ്മളുടെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്ക്രീനുകളിൽ ഒതുങ്ങുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ അനുഭവിക്കുന്ന ലോകം, നമ്മൾ അനുഭവിക്കുന്ന ലോകം തന്നെ അല്ലാതാവുന്ന ഒരു സാഹചര്യം. അതായത് ഒരേ വീട്ടിലിരിക്കുന്നവർ വാർത്ത അറിയുന്നത് പല സ്രോതസ്സുകളിൽ നിന്നാകുമ്പോൾ, മുമ്പൊക്കെ നമ്മൾ ഒരേ സമയത്ത് 7 മണിക്ക് എല്ലാവരും വാർത്ത കാണുമ്പോൾ എല്ലാവരും ഒരേ വാർത്തയാണ് കാണുന്നത്. ഇന്ന് പക്ഷേ നമ്മുടെ ഫോണുകളിൽ നമ്മൾ പലരും പല വാർത്തകളാണ് കാണുന്നത്. നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള വാർത്തകളാണ് നമ്മളുടെ ഫോണുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ലോകം, നമുക്ക് ചുറ്റുമുള്ള ലോകം ഇത്തരത്തിൽ സ്കാറ്റേർഡാണ്, പലവിധമാണ്. നമ്മൾ ഒന്നിച്ചിരിക്കുന്നവർ പോലും ലോകത്തെ കാണുന്നത് വ്യത്യസ്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പങ്കുവെക്കുന്ന ചില അനുഭവങ്ങളായി മുമ്പ് വായന, പലപ്പോഴും ഈ പറഞ്ഞ പോലെ പത്രവായനയും പുസ്തക ചർച്ചകളുമെല്ലാം നമ്മൾ പങ്കുവെക്കുന്ന ചില അനുഭവങ്ങളായി മാറുന്നു. എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളെ, ഏതാണ്ട് 30-40 വയസ്സുള്ള പല ആളുകൾക്കും ഹാരി പോട്ടർ എന്ന് പറഞ്ഞാൽ അത് സിനിമകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ട് അത് എല്ലാവർക്കും ഹാരി പോട്ടർ എന്ന് പറയുമ്പോൾ ആ പുസ്തകവും ആ പുസ്തകത്തിൻ്റെ മാന്ത്രിക ലോകവും എല്ലാം ഒരുപാട് പേർക്ക് പരിചിതമായതും അത് എല്ലാവരും ചേർന്ന് പങ്കുവെക്കുന്ന അനുഭവവും ഒക്കെ ആയിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും ഇപ്പോൾ നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും. ഉദാഹരണത്തിന് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, നമ്മളുടെ 2020, 2021, 2022 കാലഘട്ടത്തിൽ നമ്മൾ കോവിഡ് പാൻഡമിക്കിലൂടെ കടന്നു പോകുന്ന സമയത്ത്, കോവിഡ് എന്നുള്ള മഹാമാരി കാരണം നമ്മൾ പലരും വീടുകളിൽ പൂട്ടിയിടപ്പെട്ടിട്ടുള്ള ഒരവസ്ഥയിൽ നമ്മൾ ഫോണുകളിലേക്കും ഡിജിറ്റലായിട്ടുള്ള ലോകത്തേക്കും ആശ്രയിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എഴുത്തിൻ്റെയും വായനയുടെയും ഒരു ലോകമാണ് എനിക്ക് കൂട്ടായിട്ട് ഉണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച TQT അല്ലെങ്കിൽ ദ ക്വാറന്റീൻ ട്രെയിൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, എഴുത്തുകാരുടെ വായനക്കാരുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം 2-3 മണിക്കൂർ വീതം ഇരുന്ന് പുസ്തകങ്ങളെക്കുറിച്ച്, കവിതകളെക്കുറിച്ച്, അവനവൻ എഴുതിയ കവിതകളെക്കുറിച്ച് ചർച്ച ചെയ്ത്, അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇതിനു മുമ്പ് എനിക്ക് അത് സമാനമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത് ഞാൻ
എന്നെ പരിചയപ്പെടുത്തിയ സമയത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു വർഷം എനിക്ക് UK പോയി പഠിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ പോയി പഠിച്ചത് മറ്റ് പലരും പുറത്ത് പോയി പഠിക്കുമ്പോൾ പഠിക്കുന്ന പോലെ എൻജിനീയറിങ്ങോ അത്തരത്തിലുള്ള വിഷയങ്ങളോ ഒന്നുമല്ല ഞാൻ പഠിച്ചത്. ഞാൻ ഒരു വർഷം വിദേശത്ത് പോയി പഠിച്ചത് കവിതയാണ്. പോയട്രി ആയിരുന്നു എൻ്റെ ഇഷ്ടവിഷയം. അതുകൊണ്ട് തന്നെ കവിതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ പഠിക്കാൻ പോയത്. അവിടെയുള്ളൊരു കൂട്ടായ്മ ഇതേപോലത്തെ ആഴ്ചയിൽ വെള്ളിയാഴ്ച ഒരു ദിവസം 2 മണിക്കൂർ കൂടിച്ചേർന്നിരുന്ന് ഒരു 10-20 പേര് കൂടിച്ചേർന്നിരുന്ന് അവിടെ ഞാൻ പഠിച്ചിരുന്ന നഗരം ബെൽഫാസ്റ്റിലെ അറിയപ്പെടുന്ന ഒരു കവി കീരൻ കാഴ്സൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 10-20 പേര് കൂടിയിരുന്ന് 4 കവിതകൾ നേരത്തെ കൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ 4 കവിതകൾ 2 മണിക്കൂർ കൊണ്ട് അരമണിക്കൂർ വീതം സമയമെടുത്ത് ചർച്ച ചെയ്ത് പൂർത്തീകരിക്കുന്നു. ആ ചർച്ചകളുടെ ഒരു ഗുണം നമുക്ക് ചുറ്റുമുള്ള ആളുകളെ പരിചയപ്പെടാനും ഏത് തരത്തിലാണ് വാക്കുകളെയും മറ്റുള്ളവരുടെ അനുഭവങ്ങളെയും നോക്കിക്കാണുന്നത് എന്നുള്ളതും തിരിച്ചറിയാനും അതിലൂടെ നമ്മളെ തന്നെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാനും നമുക്ക് കലയെ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാനും ഒക്കെ സഹായിച്ചിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത്. അപ്പോൾ ഒരു സാമൂഹിക നിർമ്മിതിക്ക് സഹായകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി എഴുത്തും വായനയും എന്നും നിലനിൽക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതിനൊപ്പം വിനോദോപാധിയായി മാത്രമല്ല, സ്വയം തിരിച്ചറിവിൻ്റെ ഒരു മാർഗമായി മാത്രമല്ല, മറിച്ച് ഉദ്യോഗത്തിന് നമ്മളെ സഹായിക്കുന്ന, ജോലിക്ക് നമ്മളെ സഹായിക്കുന്ന, പ്രൊഫഷണലായിട്ടുള്ള നമ്മളുടെ കരിയറിൽ സഹായിക്കുന്ന ഒന്നായി കൂടി വായനയെയും എഴുത്തിനെയും, പൊതുവായിട്ടുള്ള വായനയെയും എഴുത്തിനെയും നമ്മൾ കാണേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം എൻ്റെ സ്വന്തം ഒരു അനുഭവത്തിൽ നിന്നുകൂടി പറയാം. അതായത് ഞാൻ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു, MA വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ശേഷം ഞാൻ ആദ്യം ജോലി ചെയ്യുന്ന ഇടമെന്ന് പറയുന്നത് ഹൈദരാബാദിലെ EC കൗൺസിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിലായിരുന്നു. EC കൗൺസിൽ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി എന്ന് കൃത്യമായി പറഞ്ഞാൽ വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്, അതായത് ലീഗലായിട്ടുള്ള എത്തിക്കൽ ഹാക്കിംഗ് ട്രെയിനിങ് കോഴ്സുകൾ കൊടുക്കുന്ന, സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു കമ്പനിയാണ് EC കൗൺസിൽ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു എത്തിക്കൽ ഹാക്കിംഗ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം EC കൗൺസിൽ നടത്തി വരുന്നുണ്ട്. അവിടെ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ടായിട്ടാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. സബ്ജക്റ്റ് എക്സ്പേർട്ടായി ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു തമാശ, എനിക്ക് ആ വിഷയമായിട്ട് ഞാൻ പഠിച്ച വിഷയങ്ങളും ഞാൻ അവിടെ എന്ത് ജോലിയാണോ ചെയ്തിരുന്നത് അതുമായിട്ട് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് യാതൊരു സാമ്യവും അനുഭവപ്പെടില്ല എന്നുള്ളതാണ്. കാരണം അവിടെ എനിക്ക് ചുറ്റുമുണ്ടായിരുന്നവർ മുഴുവൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ്. ഞാൻ പഠിച്ചിട്ടുള്ളത് സാഹിത്യമാണ്, ഇംഗ്ലീഷ് സാഹിത്യമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഒരു ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചെങ്കിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. കവിതയാണ് എൻ്റെ ഇഷ്ടവിഷയം. പക്ഷേ ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സോഫ്റ്റ്വെയർ മേഖലയിലാണ്. ആ ജോലി എനിക്ക് കിട്ടാനുള്ള കാരണമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് ആ വിഷയം പഠിക്കാൻ കഴിയുമെന്ന് തോന്നിയതുകൊണ്ടാണ്. എന്തുകൊണ്ട്? എനിക്ക് ഭാഷയുമായിട്ടുള്ള സ്വാധീനം, അതാണ് എന്നെ സഹായിച്ചത്. ആ ഭാഷാ സ്വാധീനം ലഭിക്കുന്നത് സാധാരണമായിട്ടുള്ള വായനയിലൂടെയും എഴുത്തിലൂടെയും തന്നെയാണ് എന്നുള്ളത് 21ാം നൂറ്റാണ്ടിൻ്റെ കഴിവുകളായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്, ദ സ്കിൽസ് ഓഫ് ദ 21st സെഞ്ച്വറി എന്ന് പറഞ്ഞ് കണക്കാക്കപ്പെടുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് ടെക്നോളജിക്കൽ ലിറ്ററസി എന്ന് പറയുന്ന വിഷയങ്ങളാണ്. ഇതിൽ ടെക്നോളജിക്കൽ ലിറ്ററസി എന്ന് പറയുന്ന സ്കില്ല് നമുക്ക് ചുറ്റുമുള്ള വിദ്യാർത്ഥികളിൽ പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യമില്ല. അതിൽ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എന്നുള്ളതിനുള്ള മാർഗനിർദ്ദേശങ്ങൾക്കപ്പുറം എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആരും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. അതേസമയം വായനയിലൂടെയും എഴുത്തിലൂടെയും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കഴിവുകളാണ് ബാക്കി 21ാം നൂറ്റാണ്ടിൻ്റെ കഴിവുകളായി പറയപ്പെടുന്ന ക്രിട്ടിക്കൽ തിങ്കിങ് ആയാലും, ആശയവിനിമയമായാലും, മറ്റുള്ളവരുമായി സഹകരിച്ചുള്ള പ്രവർത്തനമായാലും, ക്രിയേറ്റിവിറ്റി ആയാലും, ഇതെല്ലാം നമുക്ക് വായനയിലൂടെയും എഴുത്തിലൂടെയും നേടിയെടുക്കാൻ കഴിയുന്ന കഴിവുകളാണ് എന്നുള്ളതാണ്. ഇതിനെല്ലാം അപ്പുറത്തേക്ക് അവസാനമായി വായനയെക്കുറിച്ച്, എഴുത്തിനു വേണ്ടി വാദിക്കാൻ ഞാൻ അവസാനമായി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വായനയും എഴുത്തും ഒരു തരത്തിലുള്ള ചെറുത്തുനിൽപ്പാണ്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ അതൊരു തരം റെസിസ്റ്റൻസ് ആണ്, ചെറുത്തുനിൽപ്പാണ്. എന്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്ന് ചോദിച്ചാൽ സാമൂഹികമായിട്ടുള്ള പലതരത്തിൽ നമുക്ക് അനിഷ്ടമായിട്ടുള്ള പല മാറ്റങ്ങൾക്കുള്ള ചെറുത്തുനിൽപ്പ് എന്നുള്ളതുപോലെ തന്നെ നമ്മളുടെ ശ്രദ്ധയ്ക്ക് മുകളിലുള്ള, നമ്മളുടെ അറ്റൻഷന് മുകളിലുള്ള ഒരു കടന്നുകയറ്റം നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു
കൂട്ടം മനുഷ്യരായി നമ്മളെല്ലാം മാറിപ്പോകുന്നുണ്ട്. 10-15 നിമിഷങ്ങൾക്കപ്പുറം ഒരു വിഷയത്തിലും ശ്രദ്ധ ചെലുത്താൻ കഴിയാത്ത ആളുകളായി നമ്മൾ മാറുമ്പോൾ നമുക്ക് അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പായിട്ട് എപ്പോഴും എഴുത്തും വായനയും, മനഃപൂർവ്വമായിട്ടുള്ള എഴുത്ത്, മനഃപൂർവ്വമായിട്ടുള്ള വായന, അതിന് നമ്മൾ ചിലവഴിക്കുന്ന സമയം, അത് നമ്മളുടെ ശ്രദ്ധയെ പിടിച്ചു വലിക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ നിന്ന് ചെറുത്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്ന ഒരു മാർഗമായി, ഉപാധിയായിട്ട് എഴുത്തും വായനയും എപ്പോഴും നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എഴുതാനും വായിക്കാനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഒരുപാട് സമയം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Modern English School.